മകളായതിലുള്ള അതിയായ സന്തോഷത്തോടുകൂടി എനിക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കിട്ടിയ എൻ്റെ കുഞ്ഞു കുഞ്ഞറിവുകൾ ഇപ്പോൾ അത് കുറേശ്ശെ ജീവിതത്തിൻ്റെ പലതായിട്ടുള്ള അവസ്ഥകളിൽ ഒതുങ്ങിക്കൂടി ഇപ്പോൾ കുറേശ്ശെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്തു. ഞാൻ മിക്കവാറും സെമിനാറുകൾ കേൾക്കാൻ പോവാറുള്ളത് എനിക്കെന്ത് പറയാനുണ്ട് എന്നതിനേക്കാൾ എനിക്ക് കേൾക്കാൻ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള സന്തോഷാധിക്യം കൊണ്ടാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഞാൻ അധികം സമയമെടുക്കുന്നില്ല. സെമിനാർ എന്ന് പറയുമ്പോൾ ചില നിഷ്ഠകൾ ഉണ്ടല്ലോ. ഇപ്പൊ 4:30 5 മണിക്ക് ഞാൻ നിർത്താം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങനൊരു വിഷയം, കലയിലെ ഈശ്വരീയത, ഞാൻ മുമ്പ് പറഞ്ഞ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ എടുത്തുചാട്ടം എന്ന് പറഞ്ഞ് ചാടി വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ എടുത്തു വെച്ചത് ഒരു വലിയൊരു ചുമടാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, ഈ കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കണ പോലെയാണ്. അസൈൻമെന്റ് കൊടുത്താലേ അവർ ചിന്തിക്കുള്ളൂ. അതുപോലെയാണ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ജയന്തി വേണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പൊ അത്രയെങ്കിലും എനിക്കൊരു അറിവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സദസ്സ് കുട്ടികളുടെ ഒരു സദസ്സാണ് പ്രതീക്ഷിച്ചത്. വേറൊന്നും കൊണ്ടല്ല, രാമായണം എപ്പോൾ വായിക്കണം, രാമായണമാണല്ലോ നമ്മുടെ വിഷയം. രാമായണം എപ്പോൾ വായിക്കണം? ഒരു 50, 55, 58, 60 വയസ്സായി നമ്മൾ റിട്ടയർമെന്റ് ജീവിതം തുടങ്ങുമ്പോൾ എന്നാൽ ഇനി ബാക്കിയുള്ള കാലം ഈ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വായിക്കാം ആണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഡോക്ടർ സി രാധാകൃഷ്ണന്റെ വലിയൊരു ആരാധികയാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും അതുപോലെ ഇതുപോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ അതീവമായിട്ടുള്ള ശ്രദ്ധയും അറിവുമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, മലയാളം വായിക്കാൻ മനസ്സിലാവാൻ അറിയുന്ന പ്രായത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ എടുത്തു കൊടുക്കേണ്ട ഒരു ക്ലാസിക് പുസ്തകമാണ് രാമായണം, മഹാഭാരതം തുടങ്ങിയവ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാമായണത്തിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിതം തീരാറാവുമ്പോഴല്ല രാമായണം വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. അന്ന് തൊട്ടാണ് ഞാൻ രാമായണം അറിഞ്ഞ് വായിച്ചു തുടങ്ങിയത്. അതുവരെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ രാമായണം വായിക്കും. അച്ഛൻ ധാരാളം കവിതകൾ ഉറക്കെ വായിക്കുന്ന ആളാണ്. കവിത ചൊല്ലാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അറിയാതെ എന്തൊക്കെയോ കുഞ്ഞുനാള് തൊട്ട് ഉള്ളിൽ കടന്നു കൂടിയതിൻ്റെ ബാക്കി പത്രം എനിക്കുള്ള വളരെ ചെറുതായിട്ടുള്ള അറിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. തുടങ്ങുക, കലയിലെ ഈശ്വരീയത. പാടാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഞാൻ 1-2 വരി ഒന്ന് പാടാൻ ശ്രമിക്കാം. അതില് രാമ രാമ രമാപതേ ധരണീപതേ കരുണാനിധേ രാമ രാമ രമാപതേ ധരണീപതേ കരുണാനിധേ രജനീചര കുലവിപിനദവ ദഹനായ ദേവ നമോസ്തുതേ രജനീചര കുലവിപിനദവ ദഹനായ ദേവ നമോസ്തുതേ രാമ രാമ രമാപതേ രജനീപതേ കരുണാനിധേ. ഇതൊരു നാമജപം അല്ല. ഇരിങ്ങാലക്കുട കുടുംബാണിക്യം ഉത്സവത്തിന്റെ പട്ടാഭിഷേകം കഥകളി കാണാൻ ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ളതിനേക്കാൾ ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പട്ടാഭിഷേകം കഥകളിയുടെ അവസാനത്തെ രംഗത്തിൽ എല്ലാം കഴിഞ്ഞ് ശാന്തമായി അഭിഷേകത്തിന്റെ അവസാനത്തെ രംഗത്തിൽ അവിടെ കൂടിയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ശ്രീരാമചന്ദ്രന്റെയും സീതയുടെയും ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും. കയ്യെ തൊഴുതു പിടിച്ച് അങ്ങനെ വലം വയ്ക്കുന്ന സമയത്ത്
കഥകളിയിൽ നമ്മളെയൊക്കെയോ ഏതൊക്കെയോ ഒരു മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പദം ആണ് ഇപ്പം ഞാനിവിടെ അവതരിപ്പിച്ചത്. ഈ പദം കേൾക്കുന്നതിന് മുൻപുള്ള നമ്മുടെ മാനസികാവസ്ഥയും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായതായി തോന്നുന്നുണ്ടോ? ഇതൊരു ഒഫീഷ്യൽ ടോക്കല്ല കേട്ടോ, നമുക്ക് ഇടയ്ക്ക് സംസാരിക്കാം. ഞാൻ ചോദിക്കുന്നതിന്, ഞാനൊരു അധ്യാപികയായതുകൊണ്ടല്ലേ വിദ്യ, നമ്മൾ അധ്യാപികയാകുമ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പം കുട്ടികളായിട്ട് കുറച്ച് നേരം എൻ്റെ മുമ്പിലൊന്നും ഇരുന്ന് തന്നാൽ മതി. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ ഞാനൊരു വലിയ ഗായികയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉപരി വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ കൂടെ അതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനസികാവസ്ഥയും അത് കഴിഞ്ഞിട്ടുള്ള മാനസികാവസ്ഥയും നിങ്ങൾ ആരും ഉത്തരം പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കണ്ടു പലരും ഇരുന്ന് ആസ്വദിക്കുന്നത്. തീർച്ചയായിട്ടും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതാണ് കല എന്ന് ഞാൻ കണ്ട കല. ഒരുപക്ഷെ ഇപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ ടോപ്പിക്ക് അല്ല ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറൊരു തലത്തിൽ നിന്ന് കലയെ കാണുന്ന കലാകാരന്മാരുടെയോ ആസ്വാദകരുടെയോ അവസ്ഥയാണ്. നമ്മളിപ്പോൾ അതിലേക്ക് പോകണ്ട. പക്ഷെ അതിനു മുമ്പ് എന്താണ് കല എന്നതിലെ ഈശ്വരീയത എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞതാണ് കല. അപ്പം എന്തിനാ കല? കല എന്ന് പറയുന്നത് മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന, ഉന്മേഷം നൽകുന്ന എന്തൊക്കെയോ, അത് സംഗീതമാവാം, സാഹിത്യമാവാം, അഭിനയമാവാം. അതാണ് കല എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കല എന്ന് പറയുന്നത്. അതിലിപ്പോൾ കഥകളി എന്ന് പറയുന്നത്, ഞാൻ കഥകളിയുടെ കൂടെ കൂടിയാട്ടത്തെയും കൂടി ഒന്ന് ചേർത്ത് പിടിക്കുക. കാരണം കഥകളിയിൽ കൂടെയാണ് ഞാൻ ലോകം കണ്ടത്, ജീവിതം കണ്ടത്. അത് സന്തോഷവും അതുപോലെ സങ്കടവും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആ സങ്കടത്തെ എങ്ങനെ മറികടക്കണമെന്നും കഥകളി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കൂടിയാട്ടത്തെയും സ്നേഹിക്കാൻ തുടങ്ങി. ഒരേ ഒരു കലാകാരിയിലൂടെ. അതിനു മുമ്പ് ഇവിടെ നമ്മുടെ അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്ന ഒരു, എന്താ അദ്ദേഹത്തിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, മാധവ ചാക്യാർ ആശാൻ പറഞ്ഞു തന്ന കൊച്ചു കൊച്ചു കഥകളിലൂടെ ജയന്തി എന്ന കുട്ടി വളരുകയായിരുന്നു എന്ന് പറഞ്ഞ അതാണ് സത്യം. ആ കൂത്തമ്പലത്തിൽ ആ തൂണിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ രാമ, രാവണ, ഹനുമാനെ എന്നൊക്കെ പറഞ്ഞ് പല 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 കഥകളും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു കലാകാരിയായിരുന്നു ശ്രീമതി നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ചേച്ചി. ഉഷ ചേച്ചിയോട് ഈയിടെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഉഷ ചേച്ചിക്ക് അത്യാവശ്യം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിലും പഞ്ചകന്യ എന്ന് പറയുന്ന എടുത്താൽ പൊങ്ങാത്ത ഒരു, എന്താ പറയുക, വേദത്തിന് തുല്യമായിട്ടുള്ള ഒരു നങ്ങിയാർകൂത്ത് എന്ന കലയെ എടുത്ത് തലയിൽ വെച്ച് അവതരിപ്പിച്ച് ക്ഷീണിതയായിരിക്കുന്ന ഉഷ ചേച്ചിയെ ഞാൻ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ജയന്തി, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തതാണല്ലേ. അതിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസിലല്ല, പിന്നെ എന്താ, അരങ്ങത്ത് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ ഒരു കല അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം, സന്തോഷം, സമാധാനം, സുഹൃതം. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മളിത് സംസാരിക്കാൻ തുടങ്ങിയാൽ ദിവസങ്ങളോളം സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിനെ ഒരു 2 പകുതിയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പിന്നെ ഭഗവത്ഗീതയുടെ അവസാനം ഭഗവാൻ അർജുനനോട് പറഞ്ഞ പോലെ വ്യാമൃശേത് തദശേഷാനി യഥേച്ഛസി തഥാ കുരു എന്ന്. ഞാൻ അർജുന, ധാരാളം കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരിക്കുന്നു. നിന്റെ ബുദ്ധിയുടെ മൂശയിൽ വെച്ച് അതിനെ നീ എങ്ങനെ വേണമെങ്കിൽ എന്താ പറയുക ചിന്തിച്ചെടുത്ത് നിനക്ക് ശരി, അതാണ് ഹിന്ദുവിൻ്റെ ധർമ്മമായിട്ട് കർമ്മമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. വേറെ ഏത് എന്താ പറയുക, ഞാനിപ്പോൾ റിലിജിയൻ സംസാരിക്കുകയല്ല, ഉണ്ട്. ഇത്രയും സ്വാതന്ത്ര്യം തന്നിട്ട് ഭഗവാൻ തന്നിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. യഥേച്ഛസി തഥാ കുരു. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് മാത്രം. എന്താ വെച്ചാൽ നീ കാണിച്ചോളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ അതുപോലെ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇത്രയും പ്രായത്തിൽ അറിഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പകത്ത് മുമ്പിൽ വെക്കുന്നു. കഥകളി, കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപത്തിലൂടെ ഇതിനെ 2 പകുതിയാക്കുന്നത്, ഒന്ന്, ഏത് വസ്തുവിനും ഒരു സ്ഥൂലമായിട്ടുള്ളൊരു ഭാവവും
സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് കഥകളിക്കുണ്ട്, കൂടിയാട്ടത്തിനുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ കഥകളിയുടെ അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ സ്ഥൂലമായിട്ടുള്ള ഒരു ഭാഗം ഞാൻ ആദ്യം അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് പോകണം നിർബന്ധമാണ്. അത് ആ സൂക്ഷ്മഭാവം അറിയാത്തതായിരിക്കണം ഒരു പക്ഷേ എന്ന് അദ്ദേഹം ഈ പറഞ്ഞ കലാകാരന്റെയോ ആസ്വാദകരുടെയോ മൂല്യച്യുതിക്കുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ എന്തോ? അപ്പൊ സ്ഥൂലഭാഗം എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ എത്ര കാലമായിട്ടുണ്ട് കഥകളിയുടെ ആവിർഭാവം ഏത് സമയത്താണ്, അല്ലെങ്കിൽ കൂടിയാട്ടം എന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇല്ലാന്ന് രണ്ട് അഭിപ്രായമുണ്ട്. ഏകദേശം 14, 15, 16 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അതിനു മുമ്പ് തന്നെ ഇതുപോലെയുള്ള ശാസ്ത്രീയ കലകൾ രംഗപ്രവേശം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അന്ന് നമുക്ക് അറിയാം, ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു ഭക്തി ശാഖ തന്നെ നിലവിലുണ്ടായിരുന്നു. അതെന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിന് വളരെ വിശദീകരണം ഉണ്ടെങ്കിലും വളരെ ചെറുതായിട്ട് പറഞ്ഞാൽ, ഞാനും ഈശ്വരനും ഞങ്ങൾക്കിടയിലുള്ള ബന്ധം, ചിന്ത, എൻ്റെ തളർച്ച, എൻ്റെ ഉയർച്ച, അതിന് എന്ത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു എന്താണ് അതിനെ പറയുക, ചിന്ത. ആ ചിന്ത സംഗീതത്തിലൂടെയോ അഭിനയത്തിലൂടെയോ പുറത്തു വരുമ്പോൾ അതായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിലൂടെ. നമുക്കറിയാം, തുളസീദാസ്, കബീർദാസ്, മീരാഭായി തുടങ്ങിയിട്ടുള്ള വലിയ 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 വ്യക്തികളുടെ ഭക്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായിരുന്നു. അപ്പൊ ആ സമയത്ത് രംഗപ്രവേശം ചെയ്തിട്ടുള്ള കലാരൂപങ്ങളാണ് കഥകളി, കൂടിയാട്ടം എന്ന് പറയപ്പെടുന്നു. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ സമയത്ത് കഥകൾ പലതും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവിടെ 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 പാടിയും പറഞ്ഞു നടന്നിരുന്നു. അത് മിക്കവാറും നമുക്കറിയാലോ. കഥകൾ എന്ന് പറയുമ്പോൾ അന്ന് നിലനിന്നിരുന്നത് രാമായണം, മഹാഭാരതം പോലെയുള്ള കഥകളാണ്. പിന്നെ ഗീതാഗോവിന്ദമൊക്കെ വന്നു. പക്ഷെ ഇന്നും കഥകളിയിൽ അരങ്ങിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ തന്നെയാണ്. കൂടുതലുള്ളത് മഹാഭാരതത്തിലെയാണ്. കൂടിയാട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നാടകങ്ങൾ പലതും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും കഥകളി, കൂടിയാട്ടം മിക്കവാറും രാമായണം, മഹാഭാരതത്തിൽ അധിഷ്ഠിതമാണ്. എന്തിനാണ് അപ്പോൾ ഒരു കഥകളി അല്ലെങ്കിൽ കൂടിയാട്ടം എന്നുള്ള കലാരൂപങ്ങൾ എങ്ങനെ വന്നു? നമുക്കിതൊക്കെ വായിച്ചാൽ പോരായിരുന്നോ? നമ്മൾ ഇന്നും നമ്മുടെ വീടുകളിൽ രാമായണ പുസ്തകം തുറന്നെടുത്ത് വെച്ചിട്ട് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മഹാഭാരതം, ഭാഗവതം വായിക്കുന്നുണ്ട്, കൃഷ്ണന്റെ ലീലകൾ വായിക്കുന്നുണ്ട്, അതിൽ ആഹ്ലാദം കൊള്ളുന്നുണ്ട്. അപ്പൊ എന്തിനായിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചിന്ത. അപ്പൊ കഥ കളിക്കുകയാണ്. എന്നും കളിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ എന്തിന്റെ കഥ, ആരുടെ കഥയാണ് കളിച്ചുകൊണ്ടിരുന്നത്? ഈശ്വരന്റെ കഥയാണ്. അന്ന് അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ മുന്നോറ്റത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പൊ ഈ കഥ ഒരു സ്റ്റോറി കളിക്കുകയാണ്. അതാണ് കഥ കളി. അപ്പൊ കളിക്കുകയാണ്. എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുതലായി? കേട്ടാൽ പോരെ, വായിച്ചാൽ പോരെ, പിന്നെ നടക്കുന്ന പോലെ സപ്താഹ യജ്ഞങ്ങൾ പോരെ എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഗ്രഹിക്കാനുള്ള വഴി ദൃശ്യമായിട്ടുള്ള മാധ്യമമാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂർ തവള എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് തവള എന്നുള്ളൊരു എക്സാമ്പിൾ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഒരു ഭാസ്കരൻ സാർ ഉണ്ടായിരുന്നു. ഭാസ്കരൻ സാർ എപ്പോഴും പറയും, കുട്ടികളെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കണോ മലയാളത്തിൽ പഠിപ്പിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ സാറ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. ജയന്തി, ഞാനൊരു 25 മിനിറ്റ് കുട്ടികളോട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എന്താ പറയുക ഡോൾഫിൻ അല്ലെങ്കിൽ മെറൈൻ ആനിമൽസ്, തിമിംഗലം പറഞ്ഞു കൊടുത്തു. കുട്ടികൾക്ക് മനസ്സിലായില്ല. അവസാനം ഒറ്റ തിമിംഗലത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് എല്ലാം മനസ്സിലായി ഇത്ര. എന്നിട്ട് അദ്ദേഹം വരച്ചിട്ട് പറഞ്ഞു, ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ്. കൊച്ചുകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ദൃശ്യമായിട്ടുള്ള മാധ്യമമാണ് ഒരു മനുഷ്യന് അറിവ് നേടാൻ, ജ്ഞാനം നേടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് മനസ്സിലാക്കി വന്നിട്ടുള്ളതാണ് ദൃശ്യകലകളായിട്ടുള്ള കഥകളിയോ കൂടിയാട്ടമോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വേറെ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നാടോടികളായിട്ടുള്ള ആളുകൾ പലതരത്തിലും പല കഥകളും പാടി
സമയമുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് ദൃശ്യകലയ്ക്കുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാവരും മനുഷ്യരാണ്. രാമൻ, കൃഷ്ണൻ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാമനെ? ഇല്ല. കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? രാവണനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അവർക്കൊക്കെയുള്ള പ്രത്യേകത എന്താ? അവരെല്ലാം അമാനുഷികനാണ്. അമാനുഷികരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മുടെ പുരാണ കഥകളിൽ നിലനിന്നിരുന്നത്. നമ്മുടെ പോലെയൊന്നും അല്ല അവർ വേഷം കെട്ടുക. അപ്പോൾ കഥകളി എടുത്തു നോക്കൂ. കൂടിയാട്ടത്തിൽ എനിക്ക് അത്രത്തോളം അതിനെ ചേർത്ത് വയ്ക്കാൻ സാധിക്കില്ല. കഥകളി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഥകളിയുടെ അരങ്ങ് ഇന്ന് നമ്മൾ കാണുമ്പോൾ എത്രമാത്രം ആസ്വാദകനാണെന്നറിയോ കഥകളിക്കുള്ളത്. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആകാരന്റെ ശോഭയാണ്, അതിൻ്റെ കളർ കോമ്പിനേഷനുകളാണ്, അതിൻ്റെ ആ ഓരോ വേഷം അരങ്ങിൽ വരുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ നോക്കിയാൽ അറിയാം. പ്രൈമറി കളേഴ്സ് എത്ര കളറുകളാണ് കഥകളിയുടെ മുഖത്ത് കാണുക എന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളെ കളറുകൾ പഠിപ്പിക്കുമ്പോൾ ഒരു കഥകളി അണിയറയിലേക്ക് കൊണ്ടുപോയാൽ മതി പറയും. ഏതൊക്കെ കോമ്പിനേഷനുകളാണ് ഇന്ന കളറുകൾ നമുക്ക് കിട്ടുക എന്ന് വളരെ കൃത്യമായിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ കഥകളിയുടെ അരങ്ങെന്ന് പറഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞ അരങ്ങാണ്. അതുകൊണ്ട് തന്നെ കഥകളിയുടെ വേഷവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വേഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തും. ആ ഉടുത്തുകെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള ആക്സസറീസ് കണ്ട കിരീടം, സാധാരണ ഒരു ചിത്രകഥാ പുസ്തകത്തിൽ രാവണനെ എങ്ങനെയാണ് കാണിക്കുക? ഒരു കൊച്ചു കിരീടം വെച്ചിട്ട്, അല്ലെങ്കിൽ കൃഷ്ണനെ എങ്ങനെയാണ് കാണിക്കുക? ഒരു പീലി വെച്ചിട്ട്. പക്ഷെ കഥകളിയുടെ ഒരു അരങ്ങിൽ ഒരു കൃഷ്ണൻ വരുന്നത് എത്ര ഭംഗിയായിട്ടാണ്, നീലമേഘവർണ്ണനായിട്ടുള്ള കൃഷ്ണൻ. അപ്പൊ ആ കൃഷ്ണന്റെ കുപ്പായത്തിന്റെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെൽവെറ്റ്, നീല വെൽവെറ്റിന്റെ കളറാണ്. അത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ചേല മഞ്ഞ ചേലയാണ്. മഞ്ഞ വെറുതെ ഒന്നുമല്ല, പൂർവികരായിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്മാർ ഒരു വേഷം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ആ വേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും എന്തുകൊണ്ടാണ് കഥകളിയിൽ ഇങ്ങനൊരു രൂപം വരാൻ കാരണം, അതിനൊരു കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവിടെ ഇരുന്നിട്ട് ആ അരങ്ങിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്ത് ഈ ഈശ്വരീയത എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം എന്നോ, അല്ലെങ്കിൽ ആത്മാവും ഉണ്ട് പരമാത്മാവും ഉണ്ടല്ലോ. പരം ആത്മാവാണ് ഈശ്വരൻ, പരം ആത്മാവ്. ഞാനെന്ന് പറയുന്ന ആത്മാവിനേക്കാൾ എന്തോ അപ്പുറത്തുള്ളത് പരമായിട്ടുള്ള ആത്മാവായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള പരമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ മുമ്പിൽ വന്നേ നോക്കൂ. എത്ര ഭംഗിയായിട്ടാണ് കഥകളിയിലെ ആഹാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നമുക്കറിയാം, ഭക്ഷണം എടുത്തോളൂ. നമുക്ക് സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. കഥകളിയിലുണ്ട് അങ്ങനെ. സാത്വികമായിട്ടുള്ള പച്ചവേഷങ്ങളുണ്ട്, രാജസികമായിട്ടുള്ള കത്തിവേഷങ്ങളുണ്ട്, താമസിക സ്വഭാവമുള്ള ചുവന്ന താടി കറുത്ത താടിയൊക്കെ വെച്ചിട്ടുള്ള വേഷങ്ങളുണ്ട്. ഇത് മുഴുവനും കൃത്യമായിട്ടല്ല കേട്ടോ കഥകളിയിൽ ഇന്നിപ്പോൾ നിലനിന്ന് വരുന്നത്. പക്ഷെ നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഉള്ളിലേക്ക് ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. പെർഫോമിംഗ് ആർട്സിന്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം അത് തന്നെയാണ്. എന്ത്? ദൃശ്യമായിട്ടുള്ള ഒരു മാധ്യമമാണ്. അറിവ് ദൃശ്യമായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു അജിതാഹരെ ജയമാധവ വിഷ്ണു അറിയാത്തതല്ല. ഇപ്പൊ പല കോൺട്രവേഴ്സീസും നടക്കുന്നുണ്ട്. അജിതാഹരെ പലതരത്തിൽ പാടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് പലർക്കും അതിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. അജിതാഹരെ മാധവ വിഷ്ണു കാരണം എന്താണെന്നറിയൂ? എന്താ അജിതാഹരെ? ഞാനൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയല്ല, എന്നാലും ഞാൻ പറയാണ്. അജിതാഹരെ അങ്ങനെ പാടി എന്താ കുഴപ്പം? ഒരു ചെറിയ പെൺകുട്ടി പാടുന്നുണ്ട്. അതിന്റെ കുഴപ്പം മുമ്പ് നമ്മൾ പറയുന്ന ഈശ്വരീയത എന്ന അംശം ഞാനിത് ആദ്യം കേട്ട പദത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതായത് ഞാൻ കണ്ട അജിതാഹരെ എന്ന് പറയുന്ന ഭാഗം ഒരു സാധുവായിട്ടുള്ള, സാധു എന്ന് വെച്ചാൽ പാവം എന്നുള്ള മീനിങ്ങിലല്ല, സജ്ജനമായിട്ടുള്ള കുചേലൻ ഭക്തിയുടെ പാരമ്യതയിൽ എൻ്റെ കാലവിഷമം കൊണ്ട് കാമം സാധിച്ചതില്ലേ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭാര്യയുടെ നിർബന്ധപ്രകാരം കൂടിയാണെങ്കിലും ഭഗവാന്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ പച്ചനൊക്കെ വേണമെങ്കിൽ രോമം എഴുന്നേറ്റ് വരുന്നുണ്ടാവും. അവിടെ ഇരിക്കുന്നത് പിന്നെ ഒരു കൃഷ്ണൻകുട്ടിയോ ഗാലാമണ്ഡല ഗോപിയൊന്നുമല്ല,
ആരാ അവിടെ ഇരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയുടെ 7 നില മാളികയുടെ മുകളിൽ കയറ്റിയിരുത്തി അച്ഛൻ്റെ മന്ദളവും ശംഖന്റെ ധ്വനിയോടുകൂടി അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കണ ആൾക്ക് തോന്നുകയാണ് ഞാൻ കുചേലനാണ്, ഭഗവാന്റെ അടുത്തെത്തി. ഈ അച്ഛനൊക്കെ ഞാൻ അച്ഛനെ കോട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഫൈനൽ യൂണിവേഴ്സിറ്റി അതായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇരിഞ്ഞാലക്കുട കുടൽമാണിക്യ അമ്പലത്തിൽ പട്ടാഭിഷേകം കഥകളി നടക്കുമ്പോൾ സ്ഥിരം ഭരതനാണെന്ന് അറിയാമല്ലോ. ഒരു കൊല്ലം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഭരതന്റെ പദം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ ഇരിക്കുന്നോടൊന്ന് എഴുതിട്ട് ഓടിച്ചെന്നിട്ട് അയ്യോ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന്. ഞാൻ അത്രയൊന്നും പ്രായം എനിക്കറിയില്ല, അത്രയായിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും പാനിക്കായി, ഇതെന്താണാവോ ഇങ്ങനെ ഇതുവരെ പതിവില്ല. ഓടി ചെയ്യല്ലേ ചെയ്യല്ലേ, എന്ത് ചെയ്യല്ലേ എന്നാ പറയുന്നത്. ഭരതൻ നമ്മുടെ കുടൽമാണിക്യ സ്വാമി പറയാണ്, എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു, ഈ പാതുകം വെച്ച് പൂജിച്ച് ഞാൻ എത്ര കാലം കാത്തിരിക്കുന്നു, എന്തേ വരാത്തെ? നമ്മുടെ ചേട്ടൻ നമുക്കൊരു വാക്ക് തന്നതാണല്ലോ, അദ്ദേഹം വാക്ക് തെറ്റിക്കുന്ന ആളല്ലല്ലോ, എന്നിട്ടും എന്തേ വരാത്തെ? ഇനി എനിക്കിത് സാധിക്കില്ല, ഞാൻ എൻ്റെ ദേഹം ആത്മാഹുതി ചെയ്യാൻ പോവാണ്, ഞാൻ അഗ്നിക്ക് വേണ്ടി അർപ്പിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ശത്രുഘ്നനും പാനിക്കാവുകയാണ്. എന്നിട്ട് അവിടെ ഒരു ആ രംഗം, ആ പദവും എന്താ പറയുക മേളവും, നമ്മുടെ തൗര്യത്രികം എന്ന് പറയും കഥകളിൽ, സംഗീതവും അഭിനയവും മേളവും, ആ ഒരു മൂഡിലേക്ക് അവിടെ ഇരിക്കുന്ന ആ സ്ത്രീക്ക് കഥകളിയെ കുറിച്ച് ഒരു വിവരമില്ലാത്ത സ്ത്രീയാണ്. അതെങ്ങനെ കൃത്യമായിട്ട് പറയണതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ കഥകളിയെ കുറിച്ച് വലിയ വിവരമില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു സാധാരണ സ്ത്രീ ശ്രീരാമ പട്ടാഭിഷേകം കാണാൻ വന്നിരിക്കണം, ഓടിച്ചെന്നിട്ട് പറയാം എന്തുകൊണ്ടത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദൃശ്യമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഒരു മൂഡ്, നമ്മൾ തിയേറ്റർ എന്ന് പറയും. കഥകളിയെ കഥകളിയെ വിളിക്കുന്നത് തന്നെ ക്ലാസിക് തിയേറ്റർ എന്നാണ്. ആ തിയേറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഉണ്ടാക്കിയെടുക്കുന്ന തിയേറ്ററിൽ നമ്മൾ അവിടെ പോയിരുന്ന് ഇത് കാണുകയാണ്. ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ നാട്യശാസ്ത്രം എല്ലാം കൂടി പറയാൻ സമയമില്ല. നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇതൊരു ത്രെഡാണ്. അഭിനയിക്കുന്ന പെർഫോമർ, നമ്മൾ പ്രയോക്താക്കൾ എന്ന് പറയുന്ന അരങ്ങിൽ നിൽക്കുന്ന കലാകാരനും ഇവിടെ ഇരിക്കുന്ന ആസ്വാദകരും തമ്മിൽ ഒരു ത്രെഡ് ഉണ്ട്. അപ്പൊ നമ്മൾ നവരസങ്ങൾ എന്ന് പറയുന്നു. ഈ നവരസം അഭിനയിക്കുന്ന ആളുണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല, രസം അല്ലാതെ. രസം എവിടെ നിന്നുണ്ടാവുന്നതാ? രസം ആസ്വാദകരിൽ ഉണ്ടാവുന്നതാ. ആസ്വാദകരിൽ രസം ഉണ്ടാവണമെങ്കിൽ ഞാൻ അഭിനയിക്കണം. അപ്പൊ കല എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രയോക്താവായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന നടനോ നടിയോ അവിടെ ഇരിക്കുന്ന ആസ്വാദകരുമായിട്ട് സംവദിക്കുന്നതാണ് കല. അപ്പൊ ചുരുക്കത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ അമാനുഷികമായിട്ടുള്ള ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന പരമ ആത്മാവായിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ചില രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് വെറുതെ പ്രത്യക്ഷപ്പെട്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇത് കഥകളിയുടെ സ്ഥൂലഭാവമായിട്ട് നിങ്ങൾ ധരിക്കുക. അതായത് സാമാന്യ ജനത്തിന്റെ മനോരഞ്ജനത്തിനായി നമ്മുടെയൊക്കെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആധ്യാത്മികമായിട്ടുള്ള കഥാപാത്രങ്ങളെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എങ്ങനെ മുന്നോട്ട് അല്ലെങ്കിൽ കൂടെ നിർത്താം എന്നുള്ളതിന്റെ ഒരു രംഗഭാഷ്യമാണ് കഥകളി കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾ. ഇത് സ്ഥൂലമായിട്ടുള്ള ഒരു അവസ്ഥ, ഇത്രയേ ഉള്ളൂ, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് വേഗം പറഞ്ഞു പോവാണ്. എന്താണ് കഥകളിയുടെ അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഒരവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ക്ഷേത്രം, അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വായിക്കണം കേട്ടോ. ഞാനിപ്പോൾ ശങ്കരന്റെ തണലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 2 വാക്ക് ശങ്കരനെ കുറിച്ച് പറയണ്ടേ. അതുകൊണ്ട് മാത്രമല്ല ഞാൻ അതൊക്കെ വളരെ കുറച്ച് പ്രായമായിട്ടുള്ളൂ വായിച്ചു വരുന്നുണ്ട്. അതിൽ നമ്മൾ ശിവശക്തിയായുക്തോ എന്നാണ് അത് തുടങ്ങുന്നത്. അതിനിടയിൽ വളരെ സുന്ദരമായിട്ടുള്ള വരികൾ അതിൽ പറയുന്നതാണ് നവരസങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന്. 4 വരിയിൽ ആരാ പറഞ്ഞിരിക്കുന്നത്? ശ്രീശങ്കരനാ പറഞ്ഞിരിക്കണേ. വെറുതെ ഒരു കഥകളിക്കാരൻ എഴുതി വെച്ചതല്ല, അല്ലെങ്കിൽ ഒരു ആട്ടക്കഥാകൃത്ത് എഴുതി വെച്ചതല്ല. ശ്രീശങ്കരനാണ് പറഞ്ഞത്.
എന്താ പറഞ്ഞത്? ശിവേ ശൃംഗാരാർദ്ര തദിതരജനേ കുത്സലപര എന്ന് തുടങ്ങുന്ന ബാക്കി വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. കുട്ടികളോട് പറഞ്ഞ ഹോംവർക്കാണ് കേട്ടോ. അപ്പോൾ വായിക്കണം, വായിച്ചാലേ അത് അഭിനയിച്ചാലാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ശിവേ ശൃംഗാരാർദ്ര, എത്ര എന്താ പറയുക, വളരെ സുന്ദരമായിട്ടുള്ള പ്രയോഗമാണ്. ഇപ്പം ഈ വയസ്സായ ഞങ്ങളോടാണോ ശൃംഗാരം പറയണേന്ന്? ശൃംഗാരം ഇല്ലാത്ത ഒരാളെങ്കിലും ഇവിടെ ഇരിക്കണ്ടോ? അല്ലേ? ഈ ഇല്ല, നമുക്കൊക്കെ ശൃംഗാരം ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ രസരാജനായിട്ടുള്ള ശൃംഗാരം. ഞാനൊരിക്കൽ കലാമണ്ഡലം ഗോപിയാശാനോട് പറഞ്ഞിട്ടുണ്ട്, ആശാന്റെ മുഖത്ത് വരുന്ന ശൃംഗാരം ഇന്ന് ഒരു കലാകാരന്റെ മുഖത്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആശാൻ പറഞ്ഞു, നീ എന്നെ കളിയാക്കുക? അല്ല, കണ്ടിട്ടുണ്ടോ? അതൊരു പ്രത്യേകതര ശൃംഗാരം. സോ കലാമണ്ഡലം ഗോപി, അനശ്വരനായിട്ട് കലാമണ്ഡലം ഗോപി ഇന്നുണ്ട്. ശൃംഗാരം കൊണ്ട് തന്നെയാണ് അദ്ദേഹം കാണിക്കുന്ന വേറെ ഏത് ഭാവവും പലരും കാണിച്ച് ഫലിപ്പിക്കുന്നത്. ഞാനത് പറഞ്ഞത് ശിവേ ശൃംഗാരാർദ്ര, ഭഗവാനായിട്ടുള്ള പരമശിവനിൽ ശൃംഗാരം കൊണ്ട് ആർദ്രമായിട്ടുള്ള ഹൃദയത്തോട് കൂടിയ ആരെ കുറിച്ചാണ് പറയണേ? ദേവി പാർവതിയെ കുറിച്ച്. അപ്പൊ ശൃംഗാരം എങ്ങനെയാ? പാർവതി ദേവിയുടെ ശൃംഗാരം ശിവനോടുള്ള പ്രണയമാണ്. തദിതരജനേ കുത്സനപര, തദിതരജനേ അദ്ദേഹമല്ലാതെയുള്ള മറ്റ് വ്യക്തികളിൽ കുത്സനപര ആയിട്ടുള്ള ഹാസ്യം പറയുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥകളുണ്ട്. അല്ലാതെ അത് കുറേയുണ്ട്. ഹരാഹിഭ്യോ ഭീത എന്ന്, അതായത് ഭഗവാൻ പരമശിവൻ അങ്ങനെ അദ്ദേഹത്തിനെ പുണരാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്ന സർപ്പങ്ങളെ കണ്ടിട്ട് പിടിച്ചു പോവാണ്. പിന്നെന്താ? ദേവിയുടെ തോഴിമാരോടുള്ള അനുകമ്പ. അതിനെ കുറിച്ച് അധികം വരികളുണ്ട്, മുഴുവനും പറയുന്നില്ല. അതൊന്ന് വായിക്കണം. അതില് ശങ്കരാചാര്യർ അവസാനം പറയുന്ന വരി എന്ന് വെച്ചാൽ തേ മയി ജനനി ദൃഷ്ടി സകരുണ, അങ്ങനെയുള്ള അല്ലയോ ദേവി, നീ ഈ ഭക്തനിൽ കരുണയോടുകൂടിയവൻ അവനേ എന്നുള്ളത്. അപ്പം എന്താണ് നവരസങ്ങൾ എന്നുള്ളത് ശങ്കരാചാര്യർ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ദേവി പാർവതിയുടെ മുഖത്ത് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭാവങ്ങളാണ് നവരസങ്ങൾ. അത് മാത്രമാണോ നവരസം? അങ്ങനെയല്ല പറയുന്നത്. ഇതുപോലെ പലതരത്തിൽ നവരസങ്ങളെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥകൾ പല പുസ്തകങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പല ഈ ഒരു അവസരത്തിൽ പറയാം. ഇനി ഞാൻ ഈ സൂക്ഷ്മഭാവം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, മുമ്പ് ഞാൻ പറയുന്ന ഒരു കല, കഥകളി കൂടിയാട്ടം പോലെയുള്ള ഒരു കലയെ രംഗത്ത് അവതരിപ്പിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതേ കഥകളിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, കഥകളി കാണുന്നവരിയ്ക്കുന്നുണ്ട് അല്ലേ? വിനോദ എളുപ്പമാണോ? ഒരിക്കലും അല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? അത് മാനുഷികമായിട്ടുള്ള കാര്യമല്ല, അത് ആസുരികമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ ഈശ്വരൻ ഇരിക്കുന്ന സ്ഥാനം. എന്താണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ? ആ ക്ഷേത്രത്തിനെ മനുഷ്യന്റെ ശരീരവുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ, ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലമാണെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരം. നിങ്ങൾക്കൊക്കെ അറിയാം അത്, അതുകൊണ്ടാണ് ഞാൻ വിസ്തരിച്ച് പോവാത്തത്. ആ ക്ഷേത്രത്തിനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലേ ക്ഷേത്രത്തിനകത്തുള്ള ഈശ്വരന് തേജസ് ഉണ്ടാവുള്ളൂ, ആത്മാവിന് ശുദ്ധി ഉണ്ടാവുള്ളൂ. അങ്ങനെ ശുദ്ധിയുള്ള രീതിയിലുള്ള ഒരു അഭ്യസനമാണോ ഇന്ന് നിലവിലുള്ളത്? തീർച്ചയായിട്ടും. അതാണ് ഞാൻ അതിന്റെ സൂക്ഷ്മഭാവം, ഈശ്വരീയതയുടെ സൂക്ഷ്മഭാവം എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും ആരെങ്കിലും, നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ചുമ്മാ പോയിരുന്ന് കഥകളി കണ്ടാൽ മാത്രം പോരാ. അതിന്റെ ഈശ്വരീയത അറിയണമെങ്കിൽ കഥകളി കളരിയിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കണം. അവിടെ തുടങ്ങുന്നത് തന്നെ വളരെ എന്താ പറയാ, നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വൈകാരികമായിട്ട് പോകും. തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ ചെന്നു നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിക്കണം. നല്ല ഗുരുനാഥന് വേറെ പല വ്യാഖ്യാനങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ഈ ഗുരുനാഥന് ദക്ഷിണയിൽ നമ്മൾ വെറ്റിലയും അടക്കയും അതിന് നാണയം വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനുണ്ട് പല അർത്ഥങ്ങൾ. ഞാനിതാ എൻ്റെ ശരീരവും മനസ്സുമാത്മാവും അങ്ങയിലേക്ക് അർപ്പിക്കുന്നു, ഇതുകൊണ്ട് എന്താ അച്ഛാ ചെയ്തോളൂ, ഇനി ഒരു പുതിയ ശില്പം ഇതിൽ നിന്ന് മെനഞ്ഞെടുത്തോളൂ. ആ ഒരു കാൽവെപ്പിൽ തുടങ്ങി കഥകളിയുടെ അരങ്ങ് അവസാനിച്ച ധനാശിപാട്
2 എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കഥകളിയുടെ കളരി വെറുതെ പോയി നിന്നൊരു എന്താണ് പറയുക, ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല കേട്ടോ, മറ്റുള്ള നൃത്തരൂപങ്ങളെ കുറച്ച് കാണുന്നില്ല. കഥകളി, കൂടിയാട്ടം പോലെയുള്ള ശാസ്ത്രീയ കലകൾ, ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ വിഷയം ഇതിലേക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ചുരുക്കി പറയും. നമ്മളൊരു എന്താണ് പറയുക, ഡിസ്കോ ഡാൻസോ ബ്രേക്ക് ഡാൻസോ ഇപ്പം പറയുന്ന അത് അഭ്യസിക്കുന്ന പോലെയല്ല. അത് സുന്ദരമാണ്, തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളത് ചെയ്യുമ്പോൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. ഒരു കഥകളി കലാകാരൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കാല് വയ്ക്കുന്ന രീതി. ഈ കാല് വെക്കുന്നത് സാധാരണ കാല് വെക്കുന്ന പോലെയല്ല. കളരിയിൽ കാല് വെച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ കാല് വെക്കുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ഈ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ അതിൻ്റെ വേഷ സംവിധാനത്തെ എൻ്റെ ശരീരത്തിലെ എനർജിക്ക് പൂർണ്ണമായിട്ടുള്ള സംക്രമണത്തിന് ഉതകുന്ന തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് കഥകളിയുടെ കളരി, കൂടിയാട്ടത്തിന്റെ കളരി എന്ന് പറയുന്നത്. ഈ കാലിങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കാലിന് വീട്ടിലൊക്കെ പോയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. കാലിന്റെ പാദം ഇങ്ങനെ അമർത്തി ചവിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നെർവ്സിന്റെ ഒക്കെ എൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ പാദത്തിന്റെ അടിയിലാണ്. അതിന്റെ പൾസ് അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് അത് മുകളിലേക്ക് വന്ന് തലച്ചോറിൽ അതിന്റെ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തലച്ചോറിനെ ബാധിക്കുന്നതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. കാലിങ്ങനെ ഇങ്ങനെ മാത്രമാണ് ചവിട്ടണമെങ്കിൽ. ഈ ചവിട്ട് ഇത് സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനൊരു എനിക്കിത് പറഞ്ഞു തന്ന ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേര് കൂടി ഞാൻ പറയാം, വെറുതെ പറയുന്നതല്ല. ഡോക്ടർ സദനം ഹരികുമാർ എന്ന് പറയുന്ന കഥകളി കലാകാരൻ അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ പ്രയോഗിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാലിങ്ങനെ വെക്കുകയാണ്, കാലിങ്ങനെ വക്ക് വെക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ വക്ക് വെച്ചിട്ട് ആ വക്കിൽ ചവിട്ടുമ്പോൾ ഒരിക്കലും ടോട്ടൽ നെർവ് പ്ലസ് ഇമ്പൾസ് അത് ഒരിക്കലും തലച്ചോറിലേക്ക് നേരിട്ടെത്തുകയോ തലച്ചോറിനോ നമ്മുടെ ശരീരത്തിനോ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യങ്ങളും ശരീരത്തിൽ നടക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഇതുപോലെ തന്നെ ആ കാലിന്റെ അടിയിൽ നിന്ന് നമുക്കറിയാലോ, കാലിന്റെ അടിയിൽ നിന്ന് മേളിലേക്ക്, ഈ കാലിന്റെ അടിയിൽ നിന്ന് മേളിലേക്ക് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചില യോഗിക് കൺസെപ്റ്റുകൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. നമ്മൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്ക് ഉള്ള എനർജി ലെവലുകളിൽ കൂടെ യാത്ര ചെയ്ത് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ കിട്ടുന്നതാണ് അത്ര ഈശ്വര സാക്ഷാത്കാരം. ഇത് ഒരു കഥകളി നടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൂടിയാട്ടം കലാകാരനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു നല്ല കലാകാരൻ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ, ഒരു നല്ല കലാകാരന്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് അനാഹത ചക്രത്തോളം എത്തി നിൽക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വിശദീകരണം നടത്തി പഠിച്ചിട്ടുള്ളവർ പറയുന്നതാണ്. അപ്പൊ കാലിന്റെ പ്രയോഗം തൊട്ട് കാലിന്റെ മുട്ട് വെച്ചിരിക്കുന്നത് കണ്ടറിയാം. നമ്മുടെ ഈ വളരെ വെയിറ്റ് വെക്കാനുള്ള സ്റ്റാൻഡുകൾ, അതിന്റെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. ഇങ്ങനെയായിരിക്കുമോ അതിന്റെ കാല്? ഇങ്ങനെയാണോ അതിന്റെ കാലിരിക്കുന്നത്? വെർട്ടിക്കലായിട്ടാണോ? അല്ല, അതിന്റെ കാലുകൾക്ക് ഒരു അളവുണ്ട് ഇങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. നമ്മുടെ ടോട്ടൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കൺസെപ്റ്റുകൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം. കഥകളിയിൽ അങ്ങനെയാണ് നിൽക്കുക. കാലിന്റെ മുട്ട് ഇങ്ങനെ വളച്ച് വക്ക് വെച്ചിട്ട് നിന്നാൽ പറയപ്പെടുന്നത് നമ്മുടെ ഈ എന്താ പറയുക മണിപൂരകം എന്ന് പറയുന്നത് വയറിന്റെ ഭാഗത്തുനിന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വളരെ കൃത്യമായിട്ട് ഭൂമിയിലേക്ക് ആകർഷണം നടത്താൻ സാധിക്കുകയും അതുവഴി സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സ്ഥിരത ഉണ്ടാക്കാൻ പറ്റും. ആ കലാകാരന് രാവണന്റെ വേഷം കെട്ടി നിൽക്കണമെങ്കിൽ രാവണനാന്ന് നമുക്ക് തോന്നണ്ടേ? ഈ കയ്യും കാലൊക്കെ പിടിച്ച് നിൽക്കണണ്ട് അത് രാവണനാന്ന് തോന്നണം. ഈ രാവണനായിട്ട് ഇത്രയും ആഹാര്യശോഭയുള്ള വേഷത്തിൽ നിൽക്കാൻ തോന്നണമെങ്കിൽ അല്ലെങ്കിൽ സാധിക്കണമെങ്കിൽ അവന്റെ കളരി, അവന്റെ അഭ്യാസങ്ങൾ അത്രത്തോളം നിഷ്കർഷയോട് കൂടിയതാവണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന ഈ ചക്രങ്ങളിൽ കൂടെയുള്ള ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ. കഴിഞ്ഞു പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എനർജി കൊണ്ട് നമ്മൾ പോണതാണ്. ഈ ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ പറയണമെന്ന് കേൾക്കണേ. അതെ, എനിക്ക് ചായ കുടിക്കണം തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. ഈ വേറൊരു കാര്യം കൂടി ഉള്ളത്, എന്തുകൊണ്ടാണ് ഇത്രയധികം കഥകളി കലാകാരന്മാർ ഉള്ളപ്പോഴും കലാമണ്ഡലം ഗോപി അല്ലെങ്കിൽ മറ്റ് കൃഷ്ണകുട്ടി ആശാനെ പോലെയുള്ളവരെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ധാരാളം ഒരു ദിവസം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കാറുണ്ട്, എത്ര പ്രാവശ്യമായി ജയന്തി ദുര്യോധനോധം കാണാൻ പോകുന്നു, ഈ നളചരിതത്തെ എത്രാമത്തെ പ്രാവശ്യം നളചരിതം
കിട്ടിയ നാളെ ഗോപി ആശാന്റെ മകൻ, ഇന്ന് കണ്ട രാവണനല്ല മറ്റന്നാ കൃഷ്ണകുട്ടി ആശാന്റെ രാവണൻ. അതെന്താണ് കാരണം ചോദിച്ചാൽ അവരുടെ മനസ്സിന്റെ അവസ്ഥ. അല്ലെങ്കിൽ ഈ രാവണനെ അവതരിപ്പിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ശ്വാസത്തിന്റെ നിയന്ത്രണം, ഈ ശ്വാസം അവൻ നിയന്ത്രിക്കണോ? കഴിഞ്ഞ ദിവസം ഉഷ് അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഉഷ് പറഞ്ഞു, ജയന്തി ഞാനൊരു സീത ചെയ്തിട്ട് ഞാൻ ഉഷ് കാണാൻ വേണ്ടി പോയതാണ്. ഉഷ് വീട്ടിൽ പോയി എൻ്റെ മകനെയും കൂടി കൂട്ടി പോയി ചെന്ന് കണ്ടപ്പോൾ ഉഷ് തളർന്നിരിക്കുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഉഷ് പറഞ്ഞത്, ഒരു സീതയെ അരങ്ങത്ത് അവതരിപ്പിച്ച് ഞാൻ തളർന്നു. അപ്പൊ അതിന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ സീതയുടെ ദുഃഖമാണ് അവിടെ. നമ്മുടെ ആ ഭഗവാന്റെ മുമ്പിലൊക്കെ പോയി സീത അവസാനം എന്താ പറയാ, അവിടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഭാഗം അവസാനിച്ച് ഉഷ്ചേച്ചി അങ്ങനെ തിരിഞ്ഞപ്പോൾ ഷീസ് ടോട്ടലി എക്സോസ്റ്റഡ്. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കഥാപാത്രത്തെ അരങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ശ്വാസത്തിൽ വരുത്തേണ്ട നിയന്ത്രണം. ഏത് കഥാപാത്രം, എല്ലാ കഥാപാത്രത്തിനും ഒരുപോലെയാണോ ശ്വാസത്തിന്റെ നിയന്ത്രണം? അല്ല. ഓരോ ഭാവത്തിനും ഒരുപോലെയാണോ ശ്വാസത്തിന്റെ നിയന്ത്രണം? അല്ല. അപ്പൊ ഒരു കഥകളി കലാകാരൻ അല്ലെങ്കിൽ കൂടിയാട്ട കലാകാരൻ ശ്വാസത്തിന്റെ നിയന്ത്രണം, എന്താണ് ശ്വാസത്തിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരീയത. എങ്ങനെയാണോ ഈ കുണ്ടലിനി ശക്തിയിലുള്ള നമ്മുടെ ഊർജത്തിനെ ഓരോ പടിപടിയായി പല ചക്രങ്ങളിലൂടെ ഉയർത്തി സഹസ്രാരപത്മം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അതാണ് കഥകളി കളരിയിൽ നടക്കുന്നത്. ഈ ഒരു എനർജി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആസ്വാദകരിലേക്കും പകർന്നു നൽകുമ്പോഴാണ് അദ്ദേഹം നല്ലൊരു കഥകളി കലാകാരനാവുന്നത് അല്ലെങ്കിൽ കൂടിയാട്ട കലാകാരനാവുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈശ്വരീയത എന്ന് പറയുന്നത് അതൊരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അതൊരു മതത്തിന്റെ എന്താ പറയുക വേലിക്ക് ഉള്ളിൽ ഒതുക്കിയിടരുതെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മതമല്ല ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മതം നമുക്ക് വേറെ പലതും എന്തെങ്കിലും ആവാം. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ കലാകാരനായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലായിരുന്നോട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തീർച്ചയായും കൊണ്ടുവരേണ്ട ചിട്ടയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഏതൊരു കലാകാരനും അരങ്ങത്തിൽ വൃത്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവോ തീർച്ചയായിട്ടും അവരിൽ ഈശ്വരീയത എന്ന് പറയുന്ന ഒരു അംശം അവൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഇൻട്രൊഡക്ഷന്റെ കാര്യം കൂടി പറയാണ്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യം, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, അവൻ വഴിവിട്ട രീതിയിൽ ജീവിക്കുന്നു, അതൊക്കെ ക്ഷണികമാണ്. ആ വഴിവിട്ട രീതിയിലുള്ള ജീവിതത്തിലൂടെ അവന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും ഇതൊന്നും അല്ല ശരിയെന്ന്. നമ്മുടെ മുമ്പിൽ കാണുന്ന പല ഉദാഹരണങ്ങളിലും അവർ തിരിച്ച് ജീവിതത്തിലേക്ക് ഈശ്വരീയതയെ തന്നെ ശരണം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് കഥകളി അല്ലെങ്കിൽ കൂടിയാട്ടം തുടങ്ങിയിട്ടുള്ള കലാരൂപങ്ങളിലെ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള അവസ്ഥകൾ കലാകാരന് മാത്രമല്ല ആസ്വാദകൻ, പ്രയോക്താവിനും ആസ്വാദകനും തമ്മിലുള്ള ഒരു രസച്ചരട് എന്നുള്ള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ രസച്ചരടിലൂടെ അത് കൃത്യമായി സ്വാംശീകരിച്ച് ജീവിതത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിച്ച് ജീവിതം സാർത്ഥകമാകുമ്പോൾ ഒരു കലയും കലാകാരനും ആസ്വാദകനും ഈശ്വരതുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്താ പറയുക ഉയർത്തപ്പെടുന്നു എന്ന് വേണം കരുതാൻ. ഇത്രയും നേരം എൻ്റെ കൊച്ചറിവ്, ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഷെയർ ചെയ്തേന്നുള്ളൂ. ഇതിവിടെ നിർത്തരുത്, ഇനിയും ഇതുപോലെയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി അടുത്ത സംഗീതം അല്ലെങ്കിൽ നമ്മുടെ തൗരീത്രേകം എന്ന് പറയുന്ന സംഗീതം, താളം, മേളം എന്നുള്ള അവസ്ഥയിലേക്ക് അതിനെക്കുറിച്ചുകൂടി കേൾക്കാൻ അടുത്ത ഞാൻ ആരാണ് എനിക്ക് അടുത്തതെന്ന് അറിയില്ല, അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.